ഡോക്ടർ ജിൻഡോ ജോൺ ഇതൊരു ക്ലാരിറ്റി വേണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാരിന് പെട്ടെന്ന് ഒരു നിലപാടും എടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നതാണോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇക്കാര്യത്തിൽ എന്നല്ല, ഇപ്പം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വിവാദങ്ങളിൽ ഇപ്പോൾ KIS പരീക്ഷയുടെ അതവിടെ നിൽക്കട്ടെ റാങ്ക് ലിസ്റ്റ് ഡോക്ടർ ജിൻഡോ ജോൺ. ഈ ഇതെല്ലാ വിഷയത്തിലും LPST അല്ല ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല LPST ഞാൻ ലിസ്റ്റിൽ ഡോക്ടർ ജിൻഡോ ജോൺ ചോദിച്ചതാണ്, ഈ LPST ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. അങ്ങേക്ക് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തിപരമായി ധാരണയുള്ള ഒരാളായതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകും. അതും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാകും. നമ്മൾക്ക് സാഹചര്യങ്ങളും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം മാത്രമായിട്ടല്ലല്ലോ ചെയ്യാൻ പറ്റുക. PSC നിയമനങ്ങൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരാൻ പോകുന്ന നിരവധി റാങ്ക് ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് നടപ്പാക്കപ്പെടേണ്ടത് ഒരു റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരോട് മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അനിയന്ത്രിതമായിട്ട് ഇത് വൈകുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് നീതി കിട്ടില്ലോ എന്നല്ല പറയുക. ഇവർക്ക് തീർച്ചയായിട്ടും നീതി കിട്ടും. ആ നീതി ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് വൈകുന്നത് മനഃപൂർവ്വമായിട്ട് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മനഃപൂർവ്വമായ വീഴ്ചയുടെ ഭാഗമല്ല. നിലവിൽ സംഭവിച്ചിട്ടുള്ള കുറേ ക്രമക്കേടുകളെ തിരുത്തേണ്ടി വരുന്ന സമയക്രമമാണ് ഇതിൽ ഉണ്ടാകുന്ന വൈകൽ.